മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ബോണ്ട് കുറയുമോ? കഴിഞ്ഞ ദിവസം ഇൻബോക്സിൽ വന്നൊരു ക്വയറിയാണിത്. ഇതേ സംശയമുള്ള പല അമ്മമാരും നമ്മുടെ ചുറ്റും കാണുമല്ലേ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും അവർക്ക് ഷെയർ ചെയ്യുക. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ അവർ കേട്ട് പരിചയിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്: അമ്മയുടെ ഹൃദയമിടിപ്പും അമ്മയുടെ ശബ്ദവും. പ്രസവശേഷം മുല കൂട്ടുമ്പോഴും, അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ആണെങ്കിലും ബോട്ടിൽ ഫീഡിംഗ് ആണെങ്കിലും കുഞ്ഞിനെ നെഞ്ചോട് ചേർത്താണ് അമ്മമാര് വെക്കുക, അല്ലെ? ഇപ്പോഴും അവിടെ കേട്ട് പരിചയമുള്ള അമ്മയുടെ ഹൃദയമിടിപ്പും ശബ്ദവുമാണ് കുട്ടികൾ വീണ്ടും കേൾക്കുന്നത്. അത് അവരിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുകയും അമ്മമാരുടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് വർദ്ധിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് പല അമ്മമാർക്കും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് വളരെ സുരക്ഷിതത്വമുള്ള കൈകളിലാണ് എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അതായത് കുഞ്ഞിന് വേണ്ടുന്ന ആഹാരം, വെള്ളം എന്നിവ കറക്റ്റ് സമയത്ത് കിട്ടുന്നുണ്ടോ, അവരുടെ ഡ്രസ്സ് കറക്റ്റ് ആയിട്ട് ചേഞ്ച് ആകുന്നുണ്ടോ, അവരുടെ ഡയപ്പർ ചേഞ്ച് അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് അവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, സ്ക്രീൻ ടൈം അവിടെ എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു, പിന്നെ നമ്മൾ പാരന്റ്സ് നിശ്ചയിച്ചിട്ടുള്ള ബൗണ്ടറീസ് അവിടെ എങ്ങനെ കീപ്പ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മേക്ക് ഷുവർ ചെയ്യുക. രണ്ടാമത്, കുഞ്ഞ് നമ്മളുടെ കൂടെയുള്ള സമയം അത്രയും നമ്മൾ നല്ല രീതിയിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊടുക്കുക, അവരോട് പാട്ടുകളും കഥകളും പറഞ്ഞു കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ പുറത്തു പോകുക, കളിക്കുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോടുള്ള നമ്മളുടെ അറ്റാച്ച്മെന്റ് ബോണ്ട് വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു സംശയം, അറ്റാച്ച്മെന്റ് കുഞ്ഞുങ്ങൾക്ക് കുറയുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പായും ഒരു സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ തേടി നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കുക. സ്ട്രോങ് ആയിട്ടുള്ള അമ്മമാർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ.